അയാൾ നമുക്ക് കേരള SCERT ടെക്സ്റ്റ് ബുക്ക് 50 ഗൈഡിലെ ജനങ്ങളാൽ എന്ന ചാപ്റ്ററിലെ ജനാധിപത്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിച്ചു. ഏകദേശം അറ്റ്മോസ്ഫിയർ കേരള SCERT 8th സ്റ്റാൻഡേർഡ് ബുക്കിലെ അറ്റ്മോസ്ഫിയർ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇനി പക്ഷേ നമുക്ക് PSC പറഞ്ഞിട്ട് ക്ലാസ്സുകളും കൂടി ആവശ്യമുണ്ട്. അതും കൂടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. പിന്നെ UPSC സയൻസ് സബ്ജക്റ്റിലെ അറ്റ്മോസ്ഫിയറിനെ പറ്റിയും പിന്നെ UPSC റിലേറ്റഡ് ആയിട്ടുള്ള UPSCക്കാർ വായിക്കുന്ന GC ലിയോങ് എന്ന റെഫറൻസ് ബുക്കിൽ നിന്നും കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫി എപ്പോഴും നിങ്ങൾക്ക് സെറ്റ് ആവും. അങ്ങനെ ജോഗ്രഫിന്റെ എല്ലാ ടോപ്പിക്സും നമുക്ക് അങ്ങനെ കവർ ചെയ്യാം. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ജനാധിപത്യത്തെ പറ്റി പഠിക്കാം. ജനാധിപത്യം അഥവാ ഡെമോക്രസി. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇതൊരു വലിയൊരു ഫേമസ് കോട്ടാണ്. ഇത് പറഞ്ഞത് അബ്രഹാം ലിങ്കൺ ആണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫേമസ് പ്രസിഡന്റ് ആയിരുന്നു. ഇനി ജനാധിപത്യത്തെ കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ സങ്കല്പം എന്തായിരുന്നു നോക്കാം. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് ജനാധിപത്യത്തില് ശക്തന്മാർക്ക് മാത്രമല്ല ദുർബലനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്ന ഒരു വലിയൊരു സങ്കല്പമായിരുന്നു മഹാത്മാഗാന്ധിയുടേത്. ഇനി നമുക്ക് ഡെമോക്രസി എങ്ങനെ വന്നു നമുക്ക് നോക്കാം. ഡെമോക്രസി എന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് ചരിത്രകാരൻ ഹെറോഡോട്ടസ് ആണ്. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ക്രാറ്റോസ് പറഞ്ഞാൽ അധികം എന്നുള്ളതാണ്. ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ്. ഇതിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഡെമോക്രസിയിലെ ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളും ഡെമോക്രസിയിലെ ക്രാറ്റോസ് എന്ന വാക്ക് അധികം എന്നുള്ള ഒരു വാക്കുണ്ട്. ഈ രണ്ടും പട കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയ വാക്കാണ് ഡെമോക്രസി. ഇത് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി ഉണ്ടായിട്ടുള്ളത്. ഡെമോക്രസി മീൻസ് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇത് നോട്ട് ചെയ്യണം. ഇതൊക്കെ PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് ചരിത്രകാരൻ ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് പറഞ്ഞാൽ ജനങ്ങളാണ്. ക്രാറ്റോസ് പറഞ്ഞാൽ അധികാരമാണ്. ഇതിൽ നിന്നാണ് ഡെമോക്രസി ഉണ്ടായത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നാണ്. ഇനി നമുക്ക് ഡെമോക്രസി രണ്ടായിട്ട് തിരിക്കാം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ജനാധിപത്യവുമുണ്ട്, പരോക്ഷ ജനാധിപത്യവുമുണ്ട്. അതായത് ചില രാജ്യങ്ങൾ പ്രത്യക്ഷ ജനാധിപത്യവും ചിലയിടത്ത് പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. ഈ പ്രത്യക്ഷ ജനാധിപത്യം അധികം ഉണ്ടാവാൻ ചാൻസ് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഇത് സാധ്യമാകുന്നത്. പരോക്ഷ ജനാധിപത്യം പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ഡെമോക്രസി. പരോക്ഷ ജനാധിപത്യം പറഞ്ഞാൽ ഇൻഡയറക്റ്റും, പ്രത്യക്ഷ ജനാധിപത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ഡെമോക്രസി. പരോക്ഷ ജനാധിപത്യം അതായത് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉള്ളത് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിലാണ് ഇത് നിലനിൽക്കുന്നത്. പരോക്ഷ ജനാധിപത്യമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇനി നമുക്ക് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. എന്തൊക്കെയാണ് ജനാധിപത്യത്തിൽ നമുക്ക് നൽകുന്നത് ഉറപ്പുകൾ. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പരമമായ അധികാരമുണ്ട്. അല്ലെ, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം. അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇത് ജനാധിപത്യം നമുക്ക് നൽകുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പായിരിക്കണം നടത്തേണ്ടത്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷവും ഉണ്ടാവും. അത് ഡെമോക്രസിയിൽ നമുക്ക് കാണാൻ പ്രതിപക്ഷക്കാരൊക്കെ പാർലമെന്റിൽ നോക്കി നമുക്ക് കാണുന്നതാണ്. ഇതൊക്കെ ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാവുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരു തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയും ഉണ്ടാവും. അതായത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്താൻ ജനാധിപത്യത്തിന് കഴിയും. ജനങ്ങളുടെ ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങളും ഉണ്ടാവും. അത് വാർത്താമാധ്യമങ്ങൾക്ക് വളരെയധികം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ജനാധിപത്യം എന്നുള്ളത്. പിന്നെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ഉണ്ടാവും. അതായത് നീതിന്യായ വ്യവസ്ഥയും വളരെയധികം സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കും. അതിൽ നിന്ന് ആർക്കും കൈ കടത്താൻ കഴിയില്ല. അങ്ങനെ വളരെയധികം സവിശേഷതകളുള്ള ഒരു സിസ്റ്റമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിനെ വിമർശനങ്ങളുടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷ അടവുണ്ടായിരിക്കും. പിന്നെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന തുല്യമായ സ്ഥാനങ്ങളുണ്ടാവുക. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയായിരിക്കും ഉണ്ടാവുക. അവിടെ ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന വാർത്താമാധ്യമങ്ങൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം
ലഭിക്കപ്പെടുന്നത് എവിടെ, ഏത് രാജ്യത്തായിരിക്കും? അത് ജനാധിപത്യമുള്ള രാജ്യത്തായിരിക്കും. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും അവിടെ ഉണ്ടാവും. ഇത്രയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ. ഇനി നമുക്ക് ജനാധിപത്യം എൻഷുർ ചെയ്യുന്ന സ്വാതന്ത്ര്യവും നീതിപൂർവകമായ ഇലക്ഷനെ പറ്റി സംസാരിക്കാം. അതായത് ജനാധിപത്യം നമുക്ക് ഉറപ്പുവരുത്തരുന്ന സ്വാതന്ത്ര്യവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് നമുക്ക് ഇനി നോക്കാം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരി തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഭരണാധികാരി തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ, അതിനെയാണ് തെരഞ്ഞെടുപ്പ് പറയുന്നത്. അത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഉള്ളതാണ്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കാൻ ഇലക്ഷനെ സഹായിക്കുന്നു. അതുപോലെ ജനാധിപത്യം ശക്തിപ്പെടുത്താൻ ഇലക്ഷൻ സഹായിക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ ഈ ഇലക്ഷനിലൂടെ സഹായിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. അതിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ ഗവൺമെന്റുകൾ രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു. ഒന്നുകൂടി പറയാം, തെരഞ്ഞെടുപ്പുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നത് ഈ ഇലക്ഷനിലൂടെയാണ്. ജനാധിപത്യം ശക്തിപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാൻ ഇതിലൂടെ സഹായിക്കുന്നു. ഗവൺമെന്റുകൾ രൂപീകരിക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഇലക്ഷനെ പറ്റിയിട്ടുള്ള ധർമ്മങ്ങൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക് യു.